ഉപരോധം മറികടന്ന് ഇറാനിൽ നിന്നും എണ്ണ കടത്തിയ 3 ടാങ്കറുകൾ ഭാരതത്തിന്റെ തീരസംരക്ഷണ സേന പിടികൂടിയതായി റിപ്പോർട്ടുകൾ. സ്റ്റെല്ലർ റൂബി, അസ്ഫൽ സ്റ്റാർ, അൽ ജാഫ്സിയ എന്നീ കപ്പലുകളാണ് തടഞ്ഞത്. ഫെബ്രുവരി 6-ന് മുംബൈ തീരത്തു നിന്നും 100 നോട്ടിക്കൽ മൈൽ അകലെ നിന്നാണ് കപ്പലുകൾ പിടികൂടിയത്. എന്നാൽ പിടികൂടിയ കപ്പലുകൾ തങ്ങളുടേതല്ലെന്നാണ് ഇറാന്റെ നിലപാട്. വിവരങ്ങളുമായി ഐസൺ ജോസ് തുടരുന്നുണ്ട്. ഐസൺ, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. ഈ ഇറാനിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായി ഒരു സംവിധാനങ്ങളുടെ ഭാഗമായല്ല. ഷേഡോ കപ്പലുകൾ അല്ലെങ്കിൽ ഷേഡോ ഫ്ലീറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിലാണ് ഇത്തരത്തിലുള്ള എണ്ണക്കടത്ത് നടക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ പതാകകളുമായി പല സമയത്ത് പലതരത്തിലൊക്കെയാണ് ഈ ഷേഡോ ഫ്ലീറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുക. അത്തരത്തിലൊരു ഷേഡോ ഫ്ലീറ്റ് ഓപ്പറേഷന്റെ ഭാഗമായി വന്ന 3 കപ്പലുകളാണ് നേരത്തെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കോസ്റ്റ് ഗാർഡ് ഇത്തരത്തിലുള്ള 3 കപ്പലുകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഫെബ്രുവരി 6-ന് റിപ്പോർട്ട് നൽകിയിരുന്നു. 3 കപ്പലുകൾ തടഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമായിരുന്നു അന്ന് നൽകിയ റിപ്പോർട്ട്. പക്ഷേ ആ കപ്പലുകളെല്ലാം തന്നെ ഇറാനിൽ നിന്നും എണ്ണ കടത്തുന്ന ഷേഡോ കപ്പലുകളാണെന്ന് ഈ അടുത്ത ദിവസമാണ് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് സ്റ്റെല്ലർ റൂബി, അസ്ഫൽ സ്റ്റാർ, അൽ ജഫസിയ എന്നീ കപ്പലുകളാണ് ഇപ്പോൾ പിടികൂടിയതായി സ്ഥിരീകരണം വരുന്നത്. ഈ 3 കപ്പലുകളും ഒറിജിനൽ ഐഡന്റിറ്റിയിൽ നിന്ന്, അതായത് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ആ രാജ്യത്തിന്റെ ആ കപ്പലിന്റെ പേരുകളാണ്. പക്ഷേ ആ പേരുകളിൽ നിന്ന് മാറി ഒറിജിനൽ ഐഡന്റിറ്റിയിൽ നിന്ന് മാറിയാണ് ഈ കപ്പലുകളെല്ലാം തന്നെ സർവീസ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ എണ്ണ കടത്താൻ പ്രയോജനപ്പെടുത്തിയിരുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്തിയെന്നതും ഏറ്റവും നിർണായകമാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ഇത്തരത്തിലുള്ള എണ്ണ ടാങ്കറുകൾ നമുക്കറിയാവുന്നതാണ്. കരീബിയൻ തീരത്തൊക്കെ ഇത്തരത്തിലുള്ള എണ്ണ ടാങ്കറുകൾ പിടികൂടുന്ന സാഹചര്യമുണ്ട്. അനധികൃതമായി ഉപരോധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ പല എണ്ണ കമ്പനികൾക്കും പല രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ആ രാജ്യങ്ങളിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളുടെ കമ്പനികൾക്കും പ്രത്യേകിച്ച് കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിൽ ഏർപ്പെടുത്തപ്പെട്ട ഉപരോധത്തിന്റെ ഭാഗമായാണ് ഈ കപ്പലുകൾ അനധികൃതമായി യാത്ര ചെയ്തത്, അല്ലെങ്കിൽ എണ്ണ കടത്താനൊക്കെ ഉള്ള നീക്കങ്ങൾ. ഈ എണ്ണ കടത്താൻ നീക്കം നടത്തി ഒരു പക്ഷേ അത് ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയായിരിക്കാമെന്ന സൂചനയുമുണ്ട്. അത്തരത്തിലുള്ള എണ്ണ കടത്തുന്ന കപ്പലുകളാണ് ഇപ്പോൾ പിടികൂടിയതായി ഈ സ്റ്റെല്ലർ റൂബി, അസ്ഫൽ സ്റ്റാർ, അൽ ജഫസിയ എന്നീ കപ്പലുകൾ പിടികൂടിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.